IBSൽ നിന്നും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് 1 year സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് ടീമിൽ ജോലി നേടി സക്സസ്ഫുൾ ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ദേവപ്രിയാണ് നമ്മുടെ കൂടെയുള്ളത്. സോ ഹായ് ദേവപ്രിയ. ഓക്കെ, സോ എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ ഒരു അലുമിനി മീറ്റിൽ ഇപ്പോൾ IBSലേക്ക് എത്തി നിൽക്കുമ്പോൾ ശരിക്കും ഈ ഒരു മൊമെൻറ്റിൽ എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു റെക്കഗ്നേഷൻ കിട്ടുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണല്ലോ. അപ്പം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഇപ്പം ഫെബ്രുവരിയിലാണ് എൻ്റെ കോഴ്സ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് മാർച്ച് ആകുമ്പോഴത്തേക്ക് എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി. സന്ധ്യ മാം ത്രൂ ആണ് ഇത് വന്നത്. പിന്നെ ധനുഷ് സാറും ഹെൽപ്പ് ചെയ്തായിരുന്നു പ്ലേസ്മെൻറ്റിൻ്റെ ഇതിൽ വന്നിട്ട്. അപ്പം ഒരു ജോബ് ഓക്കെ ആയിരുന്നു. എന്തോ കാരണവശാൽ അത് കിട്ടിയില്ല. പക്ഷേങ്കിൽ ഞാൻ തന്നെ താങ്ക് യു പറയുന്നത് കിട്ടാത്തതിൽ. കാരണം ആസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റിയ തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. യെസ്, ഓക്കെ. സോ എന്തായിരുന്നു ഇതിന് മുന്നൊക്കെ പഠിച്ചത്? ഞാൻ ആക്ച്വലി PG ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് 1 year ഞാൻ വർക്ക് ചെയ്തു. ഇതുപോലെ വിഷ്വൽ ജേർണലിസ്റ്റ് ആയിട്ടായിരുന്നു. പിന്നെ അത് എനിക്ക് പറ്റാത്തൊരു കരിയർ ആയതുകൊണ്ട് ഞാനൊന്ന് മാറ്റി ചിന്തിച്ചു എന്ത് ചെയ്യാം എന്നുള്ള രീതിക്ക്. അപ്പോഴാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സിനെ പറ്റി അറിയുന്നതും IBSനെ പറ്റി അറിയുന്നതും. അങ്ങനെ വന്നു, ജോയിൻ ചെയ്തു. സന്ധ്യ മാം ആയിരുന്നു എൻ്റെ ടീച്ചർ. അപ്പം മാം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ IBSലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ IBS ചൂസ് ചെയ്യാൻ പറ്റും സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഇത് തന്നെ വേണമെന്ന് തോന്നിയത്? നമുക്ക് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇവർ നല്ലോണം ഫാക്കൽറ്റി ആയാലും പ്ലേസ്മെൻറ്റ് ടീം ആയാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജോബ് കിട്ടാനും ഒക്കെ ആയിട്ട്. അപ്പം അതും പിന്നെ പ്ലേസ്മെൻറ്റും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എഫേർട്ട് ഇടുന്നതിനനുസരിച്ചിട്ട് ഇവരും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ഇവിടുത്തെ ഈ ഒരു ടോട്ടൽ ഈ ഒരു ജേണി 1 year ജേണി ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ ക്ലാസ്സും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റ്സും എല്ലാം? ക്ലാസ് എന്ന് പറയാൻ നമുക്ക് 2 hour ക്ലാസ്സാണ് വരുന്നത്. മാം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എല്ലാ ക്ലാസ്സസും എല്ലാ മൊഡ്യൂൾസും ഒരു പ്രാക്ടിക്കൽ നോളേജ് തന്നുകൊണ്ട് തന്നെയാണ് മാം നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ IVക്ക് പോവുമായിരുന്നു. ഞാൻ 2 IV പോയിട്ടുണ്ട്. 2 അല്ല, ആക്ച്വലി 3 IV പോയിട്ടുണ്ട്. അത് ഒന്ന് ഇമേജിലായിരുന്നു. അതും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ. ഇമേജ് നമ്മളെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ പോയപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഒന്ന് നമ്മൾ ആലപ്പുഴയിലുള്ള ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ അവിടെ പോയി എങ്ങനെയാണ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ള അതും മനസ്സിലായി. പിന്നെ ലാസ്റ്റ് IV ആയിരുന്നു ആസ്റ്ററിൽ പോയത്. അന്നാണ് ഞാൻ ഫസ്റ്റ് ഡേ ആസ്റ്ററിൽ പോകുന്നത്. അപ്പം ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഭാഗ്യം വേണം എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷേ ആ ഭാഗ്യം എനിക്ക് കിട്ടി. ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, സോ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? ഇപ്പോൾ ഇവിടെ തന്നെയാണല്ലോ പ്ലേസ്ഡ് ആയ? അതെ, ഞാൻ കഴിയാറാവുമ്പോഴത്തേക്ക് പ്ലേസ്മെൻറ്റ് ടീം എന്നെ വിളിച്ച് സംസാരിക്കുകയും എങ്ങനത്തെ ജോബാണ് ചെയ്യാൻ താല്പര്യം, ഏത് പൊസിഷനിലാണ് ചെയ്യാൻ താല്പര്യം ചോദിക്കുകയും ചെയ്തായിരുന്നു. പിന്നെ സാറായാലും ഇൻ്റർവ്യൂസൊക്കെ കണ്ടക്ട് ചെയ്യുമായിരുന്നു. എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം, എങ്ങനെ നമ്മൾ ഉത്തരങ്ങൾ പറയണം, ബോഡി ലാംഗ്വേജ് ആയാലും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള പറയുമായിരുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടെ ഒരു ബോൾഡായിട്ട് എനിക്ക് എല്ലാ ഇൻ്റർവ്യൂവിലും പങ്കെടുക്കാൻ പറ്റിയതും ഞാനിപ്പം ആസ്റ്ററിൽ ജോലി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ട്രെയിനിങ് ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതെ. ഓക്കെ, സോ അപ്പോൾ ഇതുപോലെ ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും. അവരോട് എന്താ പറയാനുള്ളത്? അവരോട് +2 കഴിഞ്ഞൊരു ഡിഗ്രി എടുത്തിട്ട് വരിക. കാരണം മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പം നമുക്ക് ഡിഗ്രി മെയിനാണ്. അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നാൽ കുറച്ചുകൂടെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ട്. മെഡിക്കൽ എന്ന് പറയുന്നത് വലിയൊരു ഫീൽഡാണ്. അപ്പം നമുക്ക് ചെറിയ ഒരു ജോബായാലും നമുക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് വരിക. ഞാൻ ആസ്റ്ററിൽ ഇൻറ്റേൺ ആയിട്ടാണ് കയറിയത്. അപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ മനസ്സിലായത്. അപ്പം ഇൻറ്റേൺഷിപ്പിലൂടെ കയറിയത് കൊണ്ടും ഒരു ഇപ്പം ജോബിൽ പ്ലേസ്ഡ് ആയിട്ടും ഇൻറ്റേൺ ആയിട്ട് കയറാൻ ശ്രമിക്കുക. കാരണം ജോബിൽ ചെയ്താൽ നമ്മൾ ആ ഒരു ഏരിയ മാത്രമാണ് ഫോക്കസ് ചെയ്യുക. ഇന്ത്യൻ ആയാലും നമുക്ക് ഹോൾ ഹോസ്പിറ്റൽ എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. മിസ് ചെയ്യരുത് ഓപ്പർച്യൂണിറ്റീസ്. അതെ, ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മിസ് ചെയ്യാതിരിക്കുക. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുക. ഓക്കെ, സോ അപ്പം എന്തായാലും ഫ്യൂച്ചറിലായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും. ഓക്കെ, വെറും ഒരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBSലൂടെ.